Disasters and disaster management. It's an important lesson. ഈ ലെസൺ ബേസ് ചെയ്ത് നിങ്ങൾക്ക് 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ. അത് ഒരു സ്പീച്ച് ആകാം, ആർട്ടിക്കിൾ ആകാം, എസ്സേ ആകാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന തീം ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ ഒരു ജനറൽ എസ്സേ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ നിന്നുള്ള പോയിൻറ്റ്സ് ഈ സെയിം ടോപ്പിക്ക് തന്നെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അതുപോലെ എഴുതാം. അല്ല, അത് ബേസ് ചെയ്ത് മറ്റു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളുടെ ആൻസർ നിങ്ങൾ കുറച്ച് മാറ്റി എഴുതാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ എസ്സേയുടെ ലാസ്റ്റ് പാർട്ടായ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചായിരിക്കും. ചിലപ്പോൾ റോൾ ഓഫ് ലോക്കൽ ബോഡി ഇൻ മാനേജിങ് ദ ഡിസാസ്റ്റേഴ്സ് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ അത് ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ റോൾ എന്താണ് എന്നൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ആൻസറിൽ ഫസ്റ്റ് സെൻറ്റൻസും ഫസ്റ്റ് പാരഗ്രാഫും. മറ്റ് ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് പാരഗ്രാഫ്സിലായിട്ട് എഴുതാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്നതിനുള്ള സ്പീച്ച് ആയിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഒരു സ്പീച്ചിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക. ആദ്യം സാല്യൂട്ടേഷൻ, പിന്നെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സ്പീച്ച് മനസ്സിൽ വെച്ച് എഴുതുക. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ലുക്ക് അറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ എസ്സേയോ ആർട്ടിക്കിളോ ആണ് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഞാൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ടൈറ്റിലാണ് കൊടുത്തത്. കാരണം ഈ ടോപ്പിക്കിൻ്റെ ഒരു ജനറൽ എസ്സേ ആയതുകൊണ്ട്. ഡിസാസ്റ്റേഴ്സ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഹാവ് ബിക്കം എ ചാലഞ്ച് ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ദുരന്തങ്ങൾ നാച്ചുറൽ ആയാലും മാൻ മെയ്ഡ് ആയാലും അത് ഹ്യൂമാനിറ്റിക്ക് ഒരു ചലഞ്ച് തന്നെയാണ്. People are becoming vulnerable to natural disasters like earthquake, flood, cyclone, landslide, drought, tsunami, etc. and man-made disasters like riots, gas tragedy, accidents, etc. Natural disasters in examples are earthquake, flood, cyclone, landslide, drought, tsunami. Cyclone, ചുഴലിക്കാറ്റ്, landslide, മണ്ണിടിച്ചിൽ, drought, വരൾച്ച. Man-made disasters in examples are riots, accidents, etc. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ആ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് റയറ്റ്സ്, ലഹളകൾ, ആക്സിഡൻറ്റ്സ്, ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതൊക്കെ. COVID-19 പകർച്ചവ്യാധിയെ മനുഷ്യരാശിയുടെ ഏറ്റവും മോശമായൊരു ഡിസാസ്റ്റർ, ദുരന്തമായിട്ടാണ് പലരും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മുടെ ഈ സാഹചര്യവുമായി റിലേറ്റ് ചെയ്ത് ഈ പകർച്ചവ്യാധി COVID-19 പാൻഡമിക്കിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അങ്ങനെ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നുള്ള കുറച്ച് ആൻസേഴ്സ് നിങ്ങൾക്ക്, സെൻറ്റൻസസ് നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാം. COVID-19 pandemic is described as humanity's worst disaster. The social, political and financial consequences of this pandemic will remain for years. ഇതിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഫിനാൻഷ്യലൊക്കെ ആയിട്ടുള്ള കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കും. There is no doubt that the COVID-19 pandemic is a major stressor that is impacting mental health worldwide. COVID-19 പകർച്ചവ്യാധി അതൊരു മേജർ സ്ട്രെസ്സറാണ്. മേജറായിട്ട് മറ്റുള്ളവർക്കൊരു സ്ട്രെസ്സ് കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഇമ്പാക്റ്റിംഗ് മെൻ്റൽ ഹെൽത്ത് വേൾഡ് വൈഡ്. ലോകം മുഴുവനും മറ്റുള്ളവരുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിന് സ്ട്രെസ്സ് നൽകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. There are both direct and indirect impact for disasters like destruction and death, failure of lifeline support systems, severe stress experienced by healthcare and hospitals, disturbance in commercial and economic activities, etc., which make the situation drastic. എല്ലാ ഡിസാസ്റ്റേഴ്സിനും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പരിണിത ഫലങ്ങൾ, ഇമ്പാക്റ്റ് ഉണ്ട്. അത് ചിലപ്പോൾ ഡിസ്ട്രക്ഷൻ, നാശമാകാം, ഡെത്താകാം, ഫെയിലിയർ ഓഫ് ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, നമ്മുടെ ലൈഫ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഫെയിലിയേഴ്സ് ആകാം. സിവിയർ സ്ട്രെസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ്. ഹെൽത്ത് കെയറിലും ഹോസ്പിറ്റൽസും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിവിയറായ സ്ട്രെസ്സാകാം. ഡിസ്റ്റർബൻസ് ഇൻ കൊമേഴ്സ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്,
കൊമേഴ്സിലും എക്കണോമിക്കായിട്ടുള്ള ആക്ടിവിറ്റീസിലും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ശല്യങ്ങൾ അതൊക്കെ ആകാം. വിച്ച് മേക്ക് ദ സിറ്റുവേഷൻ ഡ്രാസ്റ്റിക്. അത് ഈ സിറ്റുവേഷനെ കുറച്ചുകൂടെ വഷളാക്കുന്നു. ദർ ആർ മെനി കോസസ് ഫോർ ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ഡിഫക്ട്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആർ ദ മേജർ റീസൺസ് ഫോർ ഹൈ റിസ്ക് ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ്. ബിൽഡിങ്സിൻ്റെ നിർമ്മാണത്തിലുണ്ടാകുന്ന ഡിഫക്ട്സ് ആണ് ഡിസാസ്റ്ററിനൊരു പ്രധാന കാരണം. The scenario in the developing countries is worse as only 30% buildings are constructed in accordance with the rules. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ കാര്യം വേഴ്സാണ്, മോശമാണ്. കാരണം 30% ഓഫ് ബിൽഡിങ്സ് മാത്രമേ റൂൾസ് അനുസരിച്ച് അവർ കൺസ്ട്രക്ഷൻ നടത്തുന്നുള്ളൂ. ലാക്ക് ഓഫ് മാസ്റ്റർ പ്ലാൻ ആൻഡ് ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഓൾസോ അഗ്രവേറ്റ് ദ സിറ്റുവേഷൻ. മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതും ബിൽഡിംഗ് മെറ്റീരിയൽസ് ലോ ക്വാളിറ്റീസ് ഉപയോഗിക്കുന്നതും ഈ ഒരു സിറ്റുവേഷനെ അഗ്രവേറ്റ് ചെയ്യുന്നു, അത് കൂടുതൽ വഷളാക്കുന്നു. വി കനോട്ട് അവോയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നമുക്ക് ഡിസാസ്റ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാനോ തടഞ്ഞു നിർത്താനോ കഴിയില്ല. ബട്ട് വി ക്യാൻ അഡോപ്റ്റ് മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് ദ ഗ്രാവിറ്റി ആസ് ഇൻ ദ കേസ് ഓഫ് COVID-19. എന്നാൽ നമുക്കതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ COVID-19 ചെയ്യുന്നത് പോലെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, സ്വീകരിക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാം, കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിൻ്റെ തീവ്രത കുറയ്ക്കാം. ഡിസ്ട്രക്ഷൻ ക്യാൻ ബി മിനിമൈസ്ഡ് ഇഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിംഗ്സ് അഡ്ഹിയർ ടു മാസ്റ്റർ പ്ലാൻ ആൻഡ് കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ്. പ്രൈവറ്റും പബ്ലിക്കായിട്ടുള്ള എല്ലാ ബിൽഡിങ്സും അവരുടെ കൺസ്ട്രക്ഷൻ റൂൾസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാശം കുറയ്ക്കാൻ സാധിക്കും. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. കൺസ്ട്രക്ഷന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് ഓൾസോ ഷുഡ് ബി ടെക്നിക്കലി അസസ്ഡ് ആൻഡ് പീപ്പിൾ കൺസേൺഡ് ആർ ടു ബി ഇൻഫോംഡ്. ഇപ്പോൾ നിലവിലുള്ള ബിൽഡിങ്സ് തന്നെ കാലാകാലങ്ങളിൽ അത് പരിശോധിക്കണം. അങ്ങനെ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് അതിൻ്റെ കൺസേൺഡ് ആൾക്കാരെ അറിയിക്കണം. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ആസ് പ്രിവെൻഷൻ എന്ന നിലയ്ക്ക് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കരുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ലോക്കൽ ബോഡീസ് ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ് ഫോർ ദിസ്. ഇതിനുള്ള മുൻകരുതൽ ലോക്കൽ ബോഡീസ് എടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലേസ് എ മേജർ റോൾ ഇൻ മാനേജിങ് ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാന റോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ദേ ഷുഡ് എൻഷുവർ ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ ശരിക്കുള്ള ഫങ്ഷനിങ് നടക്കുന്നുണ്ടോ എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉറപ്പാക്കേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഓൺലി എ ഫെസിലിറ്റേറ്റിംഗ് റോൾ. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു സഹായിക്കുന്ന റോൾ മാത്രമേയുള്ളൂ. ദാറ്റ് ഈസ് ടു കോർഡിനേറ്റ് ദ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ലൈക്ക് ഡിഫൻസ് സർവീസസ്, എയർ ഡ്രോപ്പിംഗ്, റെസ്ക്യൂയിങ്, സെർച്ചിങ്, ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ്, കൺവേയൻസ് എക്സെട്ര. അതായത് ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നതിനും അത് ഡിഫൻസ് സർവീസായി, എയർ ഡ്രോപ്പിംഗ്, റെസ്ക്യൂയിങ് രക്ഷാപ്രവർത്തനങ്ങളായി, സെർച്ചിങ് അന്വേഷിക്കുന്നതിനായി, ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ് ദുരിതാശ്വാസത്തിനുള്ള ആ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും, കൺവേയൻസ് യാത്ര ക്രമീകരിക്കുന്നതിനുമൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം. റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം അതിന് വിധേയരായ ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ്, പുനരധിവസിപ്പിക്കുക. പ്രോപ്പർ കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് നീഡഡ് ടു ബ്രിങ് സ്പീഡി റിലീഫ്. സ്പീഡായിട്ട് റിലീഫ് നടക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ശരിക്കുള്ള കോർഡിനേഷൻ നടക്കണം, പ്രോപ്പർ കോർഡിനേഷൻ. റെസ്ക്യൂ ടീംസ് ഷുഡ് ഹാവ് അഡീഷണൽ സ്കിൽസ് ആൻഡ് ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി. റെസ്ക്യൂ ടീംസ് അതായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ടീംസ് അവർക്ക് അഡീഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. അവർക്ക് പ്രത്യേകിച്ച് അതിനുള്ള ഒരു കഴിവ്, നൈപുണ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ ലേറ്റസ്റ്റ് ടെക്നോളജിയെക്കുറിച്ച് എക്വിപ്ഡ് ആയിരിക്കണം, അറിവുള്ളവരായിരിക്കണം. The state level disaster management committee consists of the senior secretaries of the various departments and the representatives of the NGOs, while the national level crisis management committee is headed by the cabinet secretary and the secretaries from the major departments of the government.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുണ്ട്, നാഷണൽ ലെവൽ കമ്മിറ്റിയുമുണ്ട്. സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സീനിയർ സെക്രട്ടറീസ് ഓഫ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല ഡിപ്പാർട്ട്മെൻറ്റിലെയും സീനിയർ സെക്രട്ടറീസും ദെൻ ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ NGOയുടെ റിപ്രസെൻറ്റേറ്റീവ്സുമാണ്. എന്നാൽ നാഷണൽ ലെവൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. പിന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സെക്രട്ടറീസ് ഫ്രം ദ മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്റിലെ മേജർ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സിലെ എല്ലാ സെക്രട്ടറീസും ഉൾപ്പെട്ടതാണ് നാഷണൽ ലെവൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ വി ഷുഡ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ, ഉത്തരവാദിത്വമുള്ള പൗരനെന്ന നിലയ്ക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ദെൻ വി ക്യാൻ മിറ്റിഗേറ്റ് ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഡെത്ത് ടോൾ. അങ്ങനെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രതയും ഡെത്ത് ടോൾ, മരണനിരക്കും മിറ്റിഗേറ്റ് ചെയ്യാം. മിറ്റിഗേറ്റ് മീൻസ് ലെസൺ, കുറയ്ക്കാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന തീമിലെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ധാരാളം പോയിൻറ്റ്സ് ഉണ്ട്, വായിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഏത് ടോപ്പിക് അനുസരിച്ചാണോ ക്വസ്റ്റ്യൻ, അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ധാരാളം അതിൽ എഴുതണം. അപ്പോൾ ടെക്സ്റ്റ് വായിച്ചാലേ നന്നായി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കൂ. നന്നായി ടെക്സ്റ്റ് വായിക്കുക, മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. സീ യു ലേറ്റർ. ബൈ ബൈ.